വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മളിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരുള്ള എല്ലാവർക്കും എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഫെജിയിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ വീഡിയോസിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോപ്പ് ടൂർ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും കൂടി ചെയ്യണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ക്രിസ്മസ് ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ തവണയും ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ ഈ ലീസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ഇവിടെ വന്നിട്ട് എടുത്തിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽക്ക് അങ്ങനെ തുടങ്ങാം. എസ്പെഷ്യലി മുകളിലത്തെ ഭാഗം എന്തായാലും കാണണം കേട്ടോ. ഭയങ്കര രസമാണ്. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഉള്ളത്. റീഡ്സും കുട്ടി ക്രിസ്മസ് ട്രീസും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ സൈഡിൽ യൂഷ്വൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. പെയിൻറ്റ്സ് ആണെങ്കിലും ശരി, സ്പ്രേ പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ്, ക്യാൻവാസ് പെയിൻറ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ നോക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ സ്റ്റാഫൊക്കെ ഉണ്ട്. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കായിട്ട് ഒരാൾ വന്ന് നോക്കിയെടുത്ത് തരുകയും ചെയ്യും കേട്ടോ. എനിക്ക് പിന്നെ നല്ല പരിചയമായതുകൊണ്ട് ഞാൻ തന്നെ എടുക്കും. പിന്നെ ബ്രഷസ് ആണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ പേഴ്സണൽ യൂസിനായിട്ട് അങ്ങനെ നമ്മൾ കുട്ടി ഹോബി പോലെ ചെയ്യണത് അങ്ങനത്തേക്ക് വേണ്ടിയിട്ടും അതിൽ പ്രൊഫഷണലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി സമാധാനമായിട്ട് നോക്കി എടുക്കാവുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് ഈ റെസിൻ ആർട്ടൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ 1-2 എണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല റെസിൻ ആർട്ടിനെ കുറിച്ചിട്ടൊന്നും. പക്ഷേ പ്രൊഫഷണലി ചെയ്യുന്നവരുണ്ട്, അതങ്ങനെ ചെയ്ത് സെല്ല് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഇങ്ങനെ കുട്ടി പേജസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നല്ലതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കിട്ടും. അതിൻ്റെ മോൾഡാണിത്, അതൊക്കെ കിട്ടും. പിന്നെ അത് കൂടാണ്ട് കുറച്ച് ഗ്ലിറ്ററി ഫാബ്രിക്സ് ഉണ്ട്. അത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് നല്ലതാണ്. പൈപ്പ് ക്ലീനേഴ്സ്, പിന്നെ ഗ്ലൂ ഗൺ, അതിൻ്റെ സ്റ്റിക്സ്, അത് പാക്കായിട്ട് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ സ്റ്റിക്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ കിട്ടും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചാർട്ട് പേപ്പേഴ്സ് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ക്യാൻവാസ്. എഗെയിൻ ഈ സൈഡിൽ ക്രിസ്മസ് ഡെക്കോറിൻ്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കുറേ സ്റ്റാർസും അതിൻ്റെ ട്രീയുടെ ഡെക്കോറിൻ്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിക്ക് നല്ല രസമില്ലേ? ഞാനിങ്ങനെ ക്രിസ്മസ് ട്രീയുടെ സൈഡിൽ വയ്ക്കാൻ മേടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അടുത്ത വർഷം ആവട്ടെ, ഓരോ വർഷം ഓരോന്നായിട്ട് നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ എഗെയിൻ ക്രിസ്മസ് ഡെക്കോറിൻ്റെ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സിബ്സും അതുപോലെ തന്നെ ത്രെഡ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ സൈഡിലും ഉണ്ട് ക്രിസ്മസിൻ്റെ കുറേ ഡെക്കോറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ആ വൈറ്റ് ഫർ മേടിച്ചിട്ടുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന ഫറില്ലേ, അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഫർ, അത് അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ഫർ ആണെങ്കിലും അതെ, ഫെൽറ്റ് ആണെങ്കിലും അതെ, അങ്ങനത്തെ ഫാബ്രിക്സും ഒക്കെ ഉണ്ട്. ഈ ഫറിൽ ഗോൾഡൻ ത്രെഡ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രസമായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ ക്രോഷേ, അതിൻ്റെ നൂലുകൾ, സാധാരണ നൂലുകൾ അതുണ്ട്. പിന്നെ നെറ്റിപ്പട്ട ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മുടെ അസ്വി ഫാമിലി തന്നെയുള്ള ആ കുട്ടി നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കണ കുട്ടിയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക ചെയ്യുക. അത് ഭയങ്കര കഴിവല്ലേ. ഇങ്ങനെ കുറച്ച് റൂൾസൊക്കെ ഇല്ലേ ഇന്ന പോലെ ചെയ്യണമെന്ന്. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഗാർലൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫെജിയിൽ സ്ഥിരം വരാറുണ്ടോടാ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്ക് വരാറുണ്ട്. എന്താ ചെയ്യുന്ന രണ്ടാളും? കാണാല്ലേ രണ്ടാളെ? പേര് പറയോ? ജൂലിയ, സോന. അപ്പൊ ബി എഡ് കഴിഞ്ഞു. ആ സമയത്തൊക്കെ വരാറുണ്ടോ? വർക്കിന് ആവശ്യമായിട്ട് കാർഡ്ബോർഡ് അങ്ങനത്തെ സാധനങ്ങളും അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു. നമ്മുടെ അസ്വി ഫാമാണ് കേട്ടോ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫെജിയിൽ ലേസസ് ആൻഡ് ബീഡ്സിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാനിപ്പോഴും ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വരാറുള്ളത്. തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ വന്നിട്ട് ലേസും അതേപോലെ കൂടുതലായിട്ട് ഈ ലഡ്കൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നവ്യ നായർ ഇൻസ്പയർഡ് ഒരു ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലഡ്കൻസ് ഒക്കെ മേടിച്ചിട്ട് മുടിയിൽ കുഞ്ചലം പോലെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നാട്ട് ഇങ്ങനത്തെ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ തരത്തിൽ ഉപയോഗിക്കാം. നമുക്ക് ലെഹങ്ക ഒക്കെ ആകുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടും, ബ്ലൗസസിൻ്റെ ബാക്കിൽ, അതല്ലെങ്കിൽ
അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചലം പോലെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. അവിടെ ഹ്യൂജ് ലേസ് കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അല്ലെങ്കിലും കുറച്ച് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലട്കൻസും അതേപോലെ തന്നെ ടാസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ കുറച്ച് ലേസസ് ഈ ഭാഗത്ത്, ലേസസ് അല്ല കേട്ടോ, ഇത് ബീഡ്സ് ആണ്. ബീഡ്സ് എന്ന് പറയുമ്പോൾ കട്ട് ബീഡ്സ്, അങ്ങനെ സാധാരണ ബീഡ്സ്, പിന്നെ ഇത് അങ്ങനത്തെ നോർമൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്ന ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എടുക്കാട്ടോ. ഈ ഭാഗത്ത് കുറച്ച് കുട്ടി കുട്ടി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് പപ്പാജി ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഒരാളോടും കൂടി ചോദിക്കാം, പറയടാ പേരെന്താ? ഹരിത. ആള് നമ്മുടെ അസ്വി ഫാമാണ്. ഇവിടെ വരാറുണ്ടോ? പിന്നെ വരാറുണ്ട്. തൃശ്ശൂർക്കാരി തന്നെയാണ്. തൃശ്ശൂർക്കാരി തന്നെയാണ്. ഫെജിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ക്രാഫ്റ്റ് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഇവിടേക്ക് തന്നെ വരാറ്, ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ എടുക്കാനും. പിന്നെ ഫംഗ്ഷൻസ് വരുമ്പോൾ ഡ്രസ്സ് മിക്കൊക്കെ ലേസ് വേറെ എവിടെയില്ലെങ്കിലും ഇവിടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന സംഭവം കിട്ടും. അതെ, അപ്പോൾ അടിപൊളിയാണ്, നല്ലതാണ്. അപ്പോൾ നമ്മളന്ന് ആലിയ ഭട്ട് ഇൻസ്പയർഡ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ലേസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആ എക്സാക്ട് സെയിം ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സാരിയിൽ വെച്ചടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കോട്ടൺ ലേസസ് ഉണ്ട്. ഒന്നും കാണിക്കാം ചേച്ചി. അപ്പോൾ ഇത് ഇങ്ങനെ റോളായിട്ടല്ലേ ചേച്ചി? ഇങ്ങനെ 18 മീറ്റർ 18 മീറ്റർ ആയിട്ട് എടുക്കണമെങ്കിൽ, ഓരോ മീറ്റർ ആയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അല്ലേ? ഇങ്ങനെ റോളായിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ലാഭം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതങ്ങനത്തെ കോട്ടൺ ലേസസ് ഒക്കെ നല്ലതാട്ടോ ഡ്രസ്സിൻ്റെ സൈഡിൽ വെക്കാനായിട്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ലെഹങ്കാസ്, അതേപോലെ തന്നെ നമ്മൾ ഓണത്തിന് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് സ്കേർട്ടിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ലേസായിരുന്നു. സാരീസിൻ്റെ സൈഡിൽ വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു ചേച്ചി. അപ്പോൾ നമ്മളങ്ങനെ ലേസിൻ്റെ ബീഡ്സിൻ്റെ ഒക്കെ സെഷൻ കഴിഞ്ഞ് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം, മുകളിലേക്ക് പോവാം കേട്ടോ. അവിടെ ഒരു ക്രിസ്മസ് വില്ലേജ് ആയിട്ട് തന്നെ ഉണ്ട്, അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടെയാണ് എക്സ്മസ് വില്ലേജ് ഉള്ളത് കേട്ടോ. ഇതാണ് ഏറ്റവും അടിപൊളി കാണാനായിട്ട്. അപ്പോൾ കയറി പോണ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ ഒരു കുഞ്ഞ് ഫോട്ടോ ബൂത്ത് പോലെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. മുകളിലേക്കും ഉണ്ട് കേട്ടോ. കം ചേട്ടാ, ഇവിടെ നല്ല രസമല്ലേ? ഇതിടയ്ക്ക് പാടുട്ടോ. കഴിഞ്ഞ അവിടെ സ്റ്റോറി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഭംഗിക്കായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പനാണെങ്കിലും അതെ, പിന്നെ കുഞ്ഞി ഡിയറും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ക്രിസ്മസ് വില്ലേജിലാണ് കേട്ടോ. ഇവിടെ എടുത്തു പറയേണ്ടത്, ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണതാണ് തന്നെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കണ്ടോ, ക്യൂട്ടായിട്ടില്ലേ? പിന്നെ കുറേ കുട്ടി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടാണ്ട് ഈ പുൽക്കൂടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഗതികളുണ്ട്. അപ്പോൾ നമുക്കത് എന്താ ഇഷ്ടമുള്ളതെന്ന് ചെയ്യാം, അങ്ങനെ നോക്കിയെടുക്കാം. പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പം അങ്ങനെ നോക്കി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ക്രിസ്മസ് വില്ലേജ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കോർ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടാനായിട്ട് നല്ലതാണ്. നമുക്ക് വീട് എങ്ങനെ ഒരുക്കണം എന്നുള്ള രീതിക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇവിടെ ഈ ക്രിസ്മസ് ഡെക്കോർ ഇങ്ങനെ ബോൾസും അങ്ങനത്തെ കുട്ടി ഡെക്കോർ കൂടാണ്ട് ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി ഞാൻ ഒരു ഗ്ലിറ്ററിൻ്റെ ഒരു സാധനം കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഭയങ്കര ഷൈനിയാണ്. അത് ആക്ച്വലി വെളിച്ചില്ലാത്തപ്പോൾ കാണാനാണ് കൂടുതൽ ഭംഗി. ഇതിൽ കാണുമ്പോൾ അത്ര അറിയണ്ടാവില്ല. അങ്ങനത്തെ കുറേ നല്ല ഭംഗിയുള്ള കുറേ ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുൽക്കൂടിൽ വെക്കാനുള്ള എല്ലാം റെഡി സെറ്റാക്കിയിട്ട് ഇത് കണ്ടോ ഈ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി കുഞ്ഞത് വേണമെങ്കിൽ കുഞ്ഞി സെറ്റ് എടുക്കാം, വലുത് വേണമെങ്കിൽ വലുതെടുക്കാം, അങ്ങനെ ഇഷ്ടമുള്ളത് നോക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതാ ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ താഴെ കണ്ട ഇങ്ങനെ ഗ്രീൻ ഗാർലൻഡ്, അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ പല കളേഴ്സിലുള്ളതുണ്ട്. എഗെയിൻ ബോൾസ് പല വലിപ്പത്തിലുള്ളത് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ബോസ് ഉണ്ട്, പിന്നെ ഈ തെർമോക്കോൾ ബോൾസിൻ്റെ അങ്ങനത്തെ കുറേ വെറൈറ്റി സംഗതികളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന എഗെയിൻ ക്രിസ്മസ് ഡെക്കോറിൻ്റെ കുറേ സാധനങ്ങളാണ്. തൊപ്പികളുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഡെക്കോർസ് ഉണ്ട്, സ്റ്റാർസ് ആയിട്ടും അതേപോലെ തന്നെ റീത്തായിട്ടും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. വെറൈറ്റി തൊപ്പികളുണ്ട്, ഇത് കണ്ടോ, ഉടുപ്പായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. എൻ്റെ ഡ്രസ്സും നല്ല ക്രിസ്മസി വൈബ്, അത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കി ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പൊട്ടണ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ മെറ്റീരിയൽ ഉള്ളതാണ്. ഇതിലൊക്കെ ലൈറ്റ് കത്തണതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഇരുട്ടത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇവിടെ താഴെ ഇങ്ങനെ കുട്ടി ഇങ്ങനത്തെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിലിപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് എവിടെ വെച്ചാലും കൂടുതൽ ഭംഗി ഉണ്ടാവുക, വീട്ടിലെങ്ങനെ സെറ്റ് ചെയ്യാം എന്നതൊക്കെ നമുക്ക് കുറേ കൂടി ഒരു ധാരണ കിട്ടണതാണ് കേട്ടോ. ഇനി മെയിനായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് പാർട്ടി ഡെക്കോറിൻ്റെയാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുന്നത്തെ വർഷത്തൊക്കെ ഇമ്മക്കുട്ടിയുടെ ബർത്ത്ഡേ ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളത്, ഈവൻ ഈ വർഷത്തെ ആണെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞി പാർട്ടിയൊക്കെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ കേക്കൊക്കെ വെക്കാനുള്ള അങ്ങനത്തെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പറയുന്നത് ക്രിസ്മസ് അല്ലാട്ടോ, ബർത്ത്ഡേക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള തൊപ്പികളും, പിന്നെ ഈ ബ്രൈഡ് ടു ബി, പിന്നെ ബേബി ഷവർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ പറ്റിയിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ എഗെയിൻ ഈ സൈഡിൽ എഗെയിൻ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഓരോ സീസൺ അനുസരിച്ചിട്ട് മാറ്റി അങ്ങനെ വെക്കും കേട്ടോ. ക്രിസ്മസ് ആണ് എഗെയിൻ മെയിൻ. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ ക്രിസ്മസിൽ ഒരുക്കി റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ എടുത്തു പറയേണ്ടത് കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. അത് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കോറിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ ഇപ്പോൾ കുട്ടിക്ക് ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ട് റപ്പൻസിലായിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ എടുത്ത്. പിന്നെ ഞാനിവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഫോട്ടോയിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്, നേരിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ ബഞ്ചസ് ആയിട്ടുണ്ട്, ഓരോ നൈറ്റുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാം. ഇത് ക്രിസ്മസ് ട്രീയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള വലിയ വലിയ ഫ്ലവേഴ്സ് ഇല്ലേ, നമ്മളിതിൻ്റെ ഗോൾഡൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ചെറീസ് ഉണ്ട്, അതും ഒരു ബഞ്ചായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. അതിങ്ങനെ പല പല റേറ്റിനായിട്ട് അങ്ങനെയുണ്ട് കേട്ടോ. ഫ്ലവേഴ്സും അതേപോലെ ലീവ്സൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് അങ്ങനെ എനിക്ക് രസമായിട്ട് തോന്നി. എഗെയിൻ ഈ ഏഞ്ചൽസ്, അതേപോലെ ജീസസ്, അങ്ങനത്തെ സ്റ്റാച്യൂസൊക്കെ ഒരുപാടുണ്ട്, നല്ല ഭംഗിയുള്ളതുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല രസമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കോർണറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ട്രീക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഭാഗം തന്നെയുണ്ട് താഴെയായിട്ട്, ഫെജിയുടെ ഓപ്പോസിറ്റായിട്ട് തന്നെ നല്ല എഗെയിൻ ഒരുപാട് അടിപൊളി ട്രീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫെജിയുടെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഫെജിയുടെ തന്നെ ഈ ട്രീസിന് വേണ്ടിയിട്ട് പ്രത്യേക സെഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ മേടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി സൗകര്യമാണ്. ജസ്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നാൽ മതി. എല്ലാ വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് ട്രീ ഉണ്ട്. കുട്ടി ക്രിസ്മസ് ട്രീ മുതൽക്ക് വലിയ ക്രിസ്മസ് ട്രീ 8 അടി വലിപ്പമുള്ളതാണ് കേട്ടോ അവിടെ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല വെറൈറ്റി ഈ സ്നോ പോലത്തെ ക്രിസ്മസ് ട്രീ, പൈൻ വെച്ചിട്ടുള്ള ക്രിസ്മസ് ട്രീ, പിന്നെ ഈ ഷെയ്ഡ്സിൽ ഡിഫറൻസ് വരുന്ന ക്രിസ്മസ് ട്രീ, ലൈറ്റ് ഉള്ളത് ലൈറ്റ് ഇല്ലാത്ത, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് സീരീസിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ക്രിസ്മസ് സീരീസ് ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചതായിരുന്നു എന്തായാലും നമുക്ക് ഫെജിയുടെ ഒരു വീഡിയോ വേണം എന്നുള്ളത്. അപ്പം എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞ് കാണിച്ച് രസമല്ലേ, കാണാനും രസമാണ്. വരികയാണെങ്കിലും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ തൃശ്ശൂർ വരുമ്പോൾ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ളവരെന്തായാലും വന്നിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അധികമൊന്നും മേടിച്ചില്ലെങ്കിലും ഞാൻ വെറുതെ വന്നിട്ടാണെങ്കിലും ഒന്ന് കണ്ടിട്ടാണെങ്കിലും പോകും. എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.